ഇസ്രയേലിന്റെ എക്സഗൺ നീക്കത്തിൽ ഭയന്ന് വിറച്ച് പാകിസ്ഥാൻ. പശ്ചിമേഷ്യയിൽ വളർന്നു വരുന്ന ഭീകരവാദത്തിന്റെ അച്ചുതണ്ട് വേരോടെ തന്നെ അറക്കാനാണിപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയാകട്ടെ പുതിയൊരു 6 പേരടങ്ങുന്ന ഒരു സഖ്യം രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഈ നീക്കം പാകിസ്ഥാനിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇസ്രയേലിന്റെ പുതിയ സഖ്യ നീക്കമാകട്ടെ പ്രാദേശികവും അന്തർദേശീയവുമായി തന്നെ സമാധാനത്തിന് ഭീഷണിയാണ് എന്നും മുസ്ലിം രാജ്യങ്ങളുടെ പരമാധികാരത്തെയും ഐക്യത്തെയും തകർക്കാനുള്ള ഹീനമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഇവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഇക്കാര്യങ്ങൾ എടുത്തു വിവരിക്കുന്നതും. അതേസമയം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവായ പൽവാഷ മുഹമ്മദ് സായി ഖാൻ അവതരിപ്പിച്ച പ്രമേയമാകട്ടെ സെനറ്റ് ഐക്യകണ്ഠേനയാണ് പാസാക്കിയിരിക്കുന്നത്. ഇറാന്റെ നേതൃത്വത്തിലുള്ള ഷിയ അച്ചുതണ്ടിനെയും IS ഉൾപ്പെടെയുള്ള സുന്നി തീവ്രവാദ ഗ്രൂപ്പുകളെയും നേരിടാനാണ് ഈ ഒരു സഖ്യമെന്ന് അവിടെ നെതന്യാഹു എടുത്തു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വ്യക്തമാക്കിയിരിക്കുന്ന വിഷയങ്ങൾ പാകിസ്ഥാനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ ഒരു പ്രമേയം പാസാക്കിയതിലൂടെ തന്നെ വ്യക്തമായിരിക്കുന്നത്. സൗദി അറേബ്യയും പാകിസ്ഥാനും ചേർന്ന് കണ്ടു തന്നെ നാറ്റോ മാതൃകയിൽ പുതിയ സൈനിക സഖ്യം രൂപീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ഭാരതത്തെ ഇതിൽ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം ഒരു പ്രതിരോധം തീർത്തിരിക്കുന്നത്. അതേസമയം ഗാസയിലെ വെടിനിർത്തൽ കരാർ ലംഘനം മുതൽ സൊമാലിയ ലാൻഡിനെ സ്വതന്ത്ര രാജ്യമായി തന്നെ ഇസ്രായേൽ അംഗീകരിച്ചതുവരെയുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഈ ഒരു പ്രവർത്തനമെന്നും ഇതിൽ ഭാരതം പങ്കാളിയാകുന്നത് ആശങ്കാജനകമാണ് എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ വാദിക്കുന്നത്. എന്നാൽ ഇന്റലിജൻസ് വിവരങ്ങൾ അത് കൈമാറുന്നതിലും സുരക്ഷാ പ്രതിരോധ മേഖലകളിൽ സഹകരിക്കുന്നതിലും ഇന്ത്യയും ഇസ്രായേലും ആകട്ടെ ഇപ്പോൾ ഒരേ താല്പര്യമുള്ളവരാണ് എന്നതായിരുന്നു നെതന്യാഹു ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞത്. അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ വെല്ലുവിളികൾ ഒരേപോലെ കാണുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ഒരു ഇസ്രായേൽ ഈ ഒരു സഖ്യത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ഇസ്രായേലുമായുള്ള തന്ത്രപരമായ ബന്ധം ദൃഢമാകുന്നതിലും അതിൽ പോലും പാകിസ്ഥാൻ അനുഭവിക്കുന്ന കടുത്ത നയതന്ത്ര ഒറ്റപ്പെടലാണ് ഈ നിലവിളിക്ക് പിന്നിലെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനോടായി തന്നെ വിലയിരുത്തുന്നത്. മാത്രമല്ല പശ്ചിമേഷ്യയിലെ തീവ്രവാദ അച്ചുതണ്ടുകളെ തകർക്കാനാണ് ഇത്തരത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരമൊരു പ്രഖ്യാപനം, അതായത് എക്സഗൺ അലയൻസ് ഭാരതത്തിൽ ഉൾപ്പെടെ പങ്കാളിയാക്കിക്കൊണ്ട് തന്നെ ഇത്തരമൊരു അലയൻസ് രൂപീകരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു അലയൻസ് രൂപീകരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയെ അവിടെ സുപ്രധാന പങ്കാളിയായി തന്നെ നെതന്യാഹു പ്രഖ്യാപിച്ചതാകട്ടെ അവിടെ പുതിയ സുരക്ഷാ സഖ്യം, അതായത് ഇസ്ലാമിക സമൂഹം മുസ്ലിം ഉമ്മത്തിന് എതിരെയുള്ള നീക്കമാണ് എന്ന ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചത്. അതേപോലെ തന്നെ പാർലമെന്റിന്റെ ആ ഒരു ഉപരിസഭയായ സെനറ്റ് പ്രമേയം ഇവിടെ പാസാക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ ഇസ്രായേൽ സന്ദർശനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനെ വലിയ രീതിയിൽ അവരെ വിളറി പിടിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഭയവും ആശങ്കയും അവരെ കൂടുതലായി തന്നെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ, ഇന്ത്യ, ഗ്രീസ്, സൈപ്രസ് എന്നിവർക്കൊപ്പം തന്നെ പ്രമുഖ അറബ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ സഖ്യമാകട്ടെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഭയപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്.